ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ജീവിതത്തിൽ നമ്മൾ തോറ്റു പോകാൻ തയ്യാറാകുന്ന നിമിഷമാണ് നമ്മൾ ശരിക്കും പരാജയപ്പെടുന്നത്. നമുക്കൊരു വിലയും തരാത്ത, നമ്മളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴാണെന്നറിയോ ശരിക്കും തോറ്റുപോകുന്നത്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ, ഞാനൊരു പൂർണ്ണ പരാജയമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്ന ആ ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നത്. ഞാൻ തീരുമാനിക്കണം ഞാൻ എപ്പോൾ തോൽക്കണം എന്നുള്ളത്. ഞാൻ തീരുമാനിക്കണം ഞാനെപ്പോൾ ജയിക്കണമെന്നുള്ളത്. എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് എന്നെക്കുറിച്ച് ഒരു 50% കാര്യങ്ങളെങ്കിലും അറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് തോറ്റു പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പരാജയം എൻ്റെ മുമ്പിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പരാജയങ്ങൾ. പക്ഷേ ഈ പരാജയപ്പെട്ടപ്പോഴൊന്നും ഞാൻ വിജയിക്കാനുള്ള എൻ്റെ പരിശ്രമത്തെ ഞാൻ മാറ്റി നിർത്തിയില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നെങ്കിലും എനിക്കൊരു വിജയമുണ്ടാകും, എന്നെങ്കിലും ജീവിതത്തിൽ ഞാൻ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരില്ല. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന നാട് എന്നും ഒരു സ്വപ്നതുല്യമായ ഒരു നാടായിട്ട് മാറി എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഒതുങ്ങിക്കൂടിപ്പോയേനെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടണം, നമുക്ക് തോൽവി ഉണ്ടാകണം, നമ്മളെ മറ്റുള്ളവർ പുച്ഛിക്കണം, പരിഹസിക്കണം, ഒറ്റപ്പെടുത്തണം. ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള മൂലധനം. ജയിക്കാൻ ഒരു വഴിയുമില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. അതുപോലെ ഏകദേശം ഒരു 7-8 മാസത്തിന് മുമ്പേ ഞാൻ ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മുൻമുന്നിൽ നിന്ന ഒരു സമയം എനിക്കുണ്ടായിട്ടുണ്ട്. 2024 ഞാൻ ഫെബ്രുവരിയിലാണ് ഇസ്രായേലിലേക്ക് വരുന്നതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കുന്നത്. രക്ഷപ്പെടാൻ ഒരവസരം കിട്ടിയാൽ ആരാണ് അത് ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി ശ്രമിക്കാത്തത്? അതുപോലെ ഞാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം നുള്ളിപ്പിറക്കി ഞാൻ ആദ്യമായിട്ട് 2024 മാർച്ച് 4 ബോംബെയിൽ ക്ലാസ്സിന് പോയി. ഏതാണ് ഇനി എന്താണ് എന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നിലെ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും ഞാൻ അവിടെ എത്തിപ്പെടണമെന്നുള്ളത് എൻ്റെ നിയോഗമാണെങ്കിൽ ഞാൻ അവിടെ എത്തിപ്പെടും. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളുമാണ് നമ്മളെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകാതിരിക്കുന്നതും. മറ്റുള്ളവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് സംസാരിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. അതേ കണക്ക് ഞാൻ ക്ലാസ്സിന് പോയി. മാർച്ച് 4 തുടങ്ങിയ ക്ലാസ് മാർച്ച് 27 ക്ലാസ് കഴിഞ്ഞു. തിരിച്ച് എൻ്റെ കൂടെ വന്ന എല്ലാ കൂട്ടുകാരും ഫ്ലൈറ്റ് മേടിച്ചപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പൈസയില്ല. പിന്നെ ട്രെയിനിൽ 2 ദിവസം യാത്ര ചെയ്തു ഞാൻ തിരിച്ചെൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്യുക, പ്ലസ് പൈസ ഉണ്ടാവുക. ഡോക്യുമെൻറ്റ്സ് നമുക്ക് ക്ലിയർ ആക്കാം. പക്ഷേ ഇത്രയും ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വിദൂരതയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നൊരവസ്ഥയായിരുന്നു എനിക്ക്. എങ്ങനെ ഇത്രയും പൈസ ഞാൻ ഉണ്ടാക്കും? എന്നെ ആര് സഹായിക്കും? ഒരുപാട് ശ്രമിച്ചു. ശ്രമങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു, ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നു. ഇതെല്ലാം ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും പരാജയപ്പെടുമോ എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ എന്നോട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് അവിടെ എത്തിപ്പെടാൻ ഞാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തിപ്പെടും. പിന്നീട് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇതേ കണക്ക് ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ കൊണ്ടുവരുന്ന എൻ്റെ ഏജൻറ്റ് എൻ്റെ ഫ്രണ്ടാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, നിൻ്റെ വിസ ഇസ്രായേൽ എംബസി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, നിനക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന് നമുക്കൊരു
ഉറപ്പ് പറയാൻ പറ്റില്ല. 1 വീക്കിനുള്ളിൽ പാസ്പോർട്ട് ക്ലിയർ ചെയ്ത് എനിക്ക് അയച്ചു തരണം. പാസ്പോർട്ട് പ്ലസ് PCC. ഞാൻ അന്ന് അനുഭവിച്ച എൻ്റെ സങ്കടം എനിക്ക് ആരോട് പറയും? എൻ്റെ മക്കളോട് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവില്ല. അന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞൊരു ദിവസമാണ്, ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചൊരു ദിവസമാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ കുറേ മണിക്കൂറുകൾ മുമ്പോട്ട് പോകും തോറും ഞാൻ ഇനി എന്ത് ചെയ്യും. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് ഇരുന്നു പോയിരുന്നെങ്കിൽ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. എനിക്കൊരിക്കലും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് വരാൻ പറ്റില്ല. അവിടെ നിന്നും ചാടി എഴുന്നേറ്റു ഞാൻ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പഴയ പാസ്പോർട്ടുകളും എടുത്തു, നേരെ അക്ഷയയിൽ പോയി. ഇതിനെന്താണ് പ്രതിവിധി? എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ടും PCC എനിക്ക് വേണം. എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി എന്നോട് ആ ചേച്ചി പറഞ്ഞു, നീ നാളെ തന്നെ റീജിയണൽ ഓഫീസിൽ പോകണം, നീ നിൻ്റെ കാര്യങ്ങൾ പറയണം. പിറ്റേന്ന് രാവിലെ ഞാനൊന്നും ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെ 4-4:30 മണിക്ക് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് പിടിച്ചു. കറക്റ്റ് 7:30 ഞാൻ റീജിയണൽ ഓഫീസിലെത്തി. എന്നെ അവർ കയറ്റി വിട്ടില്ല. അവിടെയും എൻ്റെ മുമ്പിൽ വാതിലടഞ്ഞു. തിരിച്ചു വന്നു. തിരിച്ച് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മുടെ കൊല്ലം പാസ്പോർട്ട് ഓഫീസിനടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ ഞാൻ വീണ്ടും ചെന്നു. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. തൊട്ട് പിറ്റേ ദിവസം തന്നെ അടുത്ത പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. പക്ഷേ എനിക്ക് അപ്പോയിൻമെൻ്റ് ഡേറ്റ് കിട്ടിയത് ജൂൺ 16. ഞാൻ ഒരിക്കലും എനിക്ക് ചില വർഷങ്ങളും ദിവസങ്ങളും നമ്മുടെ ഒന്നും മനസ്സൊന്നും മാഞ്ഞുപോയില്ല. ജൂൺ 16 പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഒരുപാട് അങ്ങ് ദൂരോട്ട് പോവുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല. പിറ്റേന്ന് രാവിലെ നല്ല മഴയത്ത് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ തണുത്ത് വിറച്ച് വന്നിറങ്ങി. സെക്യൂരിറ്റിയോട് എൻ്റെ അവസ്ഥ എൻ്റെ ചുറ്റിലുള്ള ആരെയും ഞാൻ കണ്ടില്ല. ആരെന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ചെന്നു കാര്യം പറഞ്ഞു. എൻ്റെ ദയനീയാവസ്ഥ ആ മനുഷ്യൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞു, ഇവിടുത്തെ മെയിൻ ഓഫീസർ താഴോട്ട് പോയിട്ടുണ്ട്, സാറ് വരും, സാറിനോട് താൻ കാര്യം സംസാരിക്കും. സാറ് വന്ന് എനിക്കൊന്നും എൻ്റെ ആക്ക് പൊക്കി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇതും ഞാൻ കൊടുത്തു. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നമുക്ക് അകത്തോട്ട് പോകാം, താൻ കരയണ്ട, വിഷമിക്കേണ്ട, ഇതിന് പരിഹാരം ഉണ്ടാവും. APM ചെന്ന് കണ്ടു. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ മുമ്പിൽ എനിക്ക് വേറെ വഴിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് പറയുന്ന കണക്ക് എനിക്ക് അന്ന് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അന്ന് വൈകിട്ട് എനിക്ക് വെരിഫിക്കേഷൻ നടന്നു. കൃത്യം 3-ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് കിട്ടി. അതാണ്, തോൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ തോറ്റതാണ്. ജയിക്കണമെന്ന് നമ്മൾ മനസ്സുറച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി പോലും നമുക്കൊപ്പം നിൽക്കും. നമ്മുടെ ചുറ്റുമുള്ള കഠിന ഹൃദയരിൽ പോലും ദൈവം നന്മ വിശേഷിപ്പിക്കും നമ്മളെ സഹായിക്കാനായിട്ട്. 3-ാമത്തെ ദിവസം എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നു. അന്ന് തന്നെ ഞാൻ PCCക്ക് അപ്ലൈ ചെയ്യുന്നു. PCCക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞാണ് കൊല്ലത്ത് PCC കിട്ടുന്നത്. തൊട്ടടുത്ത ദിവസം ട്രിവാൻഡ്രത്തുണ്ടെന്ന് പറഞ്ഞു. അന്ന് തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ ചെന്നു. അവിടെയും എനിക്ക് ഫസ്റ്റ് എടുക്കുന്ന ഞാൻ. അവിടെയും എന്താ പറയുക, ദൈവം എന്നെ പിടിച്ചു എന്ന് വേണം. എൻ്റെ കൈ തമ്പുരാൻ ചേർത്ത് പിടിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടുന്ന് PCCയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ബസ്സിലിരിക്കുമ്പോൾ വെരിഫിക്കേഷന് വരുന്ന സാറ്, ഞാൻ ഒരിക്കലും ഇവരെയൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇവരൊക്കെ എന്നും എൻ്റെ ഹൃദയത്തിൽ എന്താ പറയുക, ദൈവം എനിക്ക് വേണ്ടി തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നാണ് വിശ്വാസം. അതേ കണക്ക് ദൈവം എനിക്ക് വേണ്ടി ഇവരെയൊക്കെ നേരത്തെ മുൻകൂട്ടി ദൈവം തയ്യാറാക്കി വെച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സാറിനെ വിളിക്കുന്നു. ഞാൻ PCC എടുത്തു. എന്നോട് പറഞ്ഞു, ഡോണ്ട് വെറി, ഇന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊസീഡ് ചെയ്യാം. തനിക്ക് 2 ദിവസത്തിനുള്ളിൽ തൻ്റെ PCC തൻ്റെ കയ്യിൽ കിട്ടും. എൻ്റെ ഏജൻറ്റ് പറഞ്ഞ കറക്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ പാസ്പോർട്ട് PCC കൊടുക്കുന്നു. ആ ഒരു വലിയ പരാജയത്തിൽ നിന്ന് ഒരു വലിയ
വിപത്തിൽ നിന്നും തമ്പുരാൻ എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു, ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്നും എന്നെ കരകയറ്റിയ എൻ്റെ ദൈവം തീർച്ചയായിട്ടും എന്നെ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എന്നെ സഹായിക്കും. വീണ്ടും പൈസയുടെ ബുദ്ധിമുട്ട് എല്ലാവരോടും ചോദിച്ച് നാണം കെട്ടു എന്ന് വേണം പറയാനായിട്ട്. അത് എനിക്കൊരു പരിചയമില്ലാത്തവർ എത്ര സ്നേഹത്തോടെ നമ്മളിപ്പോൾ പൈസയില്ല അവസ്ഥകളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറയുമ്പോഴും ഒരു സൈഡിൽ അവർ നമുക്കൊരു സമാധാന വാക്ക് പറയണം. എന്നാൽ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്ത സമയം എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അപ്പോഴും ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു. എന്നെ വിശ്വസിക്കാൻ 2 പേര് തയ്യാറായി. എനിക്ക് നല്ലൊരു എമൗണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം കാശ് തന്ന് എന്നെ അവർ സഹായിച്ചു. അങ്ങനെ ജൂൺ 22-ാം തീയതി ഞാൻ നാട്ടിൽ നിന്ന് ബോംബെക്ക് വിസ ക്ലാസ്സിന് വന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പഠനമെല്ലാം നല്ല രീതിയിൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. റീമ മിസ് എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. പുള്ളിക്കാരി എൻ്റെ മിസ്സ് പറഞ്ഞ ഓരോ വാക്കുകളും ഇന്ന് ഈ നിമിഷവും എനിക്ക് വളരെ വളരെ വാല്യൂബിളായിട്ടാണ് തോന്നുന്നത്. വീണു പോകുമെന്ന് തോന്നിയ സന്ദർഭങ്ങളിലൊക്കെ ചേർത്ത് നിർത്തിയ കരങ്ങളാണ് ഇവരൊക്കെ. അങ്ങനെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ജൂൺ 27-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്നു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ ദിവസം ഞാൻ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് ഇന്നും എനിക്ക് വ്യക്തമല്ലാത്ത ഒരു ഇതാണ്. വളരെ യാന്ത്രികമായി, ഞാനല്ല ആ സമയം എന്നിലൂടെ സംസാരിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനൊന്നും ഒരു ടെൻഷനുമില്ലാതെ, ഒന്നിനെക്കുറിച്ചും ഗാഢമായിട്ട് ചിന്തിക്കാതെ ഞാൻ അതിന് ആൻസർ പറഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് തന്നെ ഞാൻ ക്വാളിഫൈ ചെയ്തു. എന്നോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു മാം എന്നെ പറഞ്ഞു വിട്ടു. പിറ്റേന്ന് നമുക്ക് പാസ്പോർട്ട് റിലീസിങ് ആണ്. അന്നേരം എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതിൽ 8 പേർക്ക് റിജക്ഷന്. ബാക്കി റിജക്ഷൻ ആകാത്തവരുടെ കൂട്ടത്തിൽ ഫസ്റ്റ് പേര് എൻ്റെ ആയിരുന്നു. ദൈവം അവിടെയും എന്നെ കൈ പിടിച്ചു ഉയർത്തി. തോൽക്കാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ, ജയിക്കണമെന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമായതുകൊണ്ട് തന്നെ, കളിയാക്കിയവരുടെ മുമ്പിലും പരാജയപ്പെട്ടവരുടെ മുമ്പിലും ഒക്കെ ദൈവം പിന്നെ ആ ഒരു ദിവസം എന്നെ കൊണ്ടു നിർത്തിയ ആ ഒരു ദിവസം എൻ്റെ പാസ്പോർട്ടിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത ദിവസം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ദൈവം പ്രത്യുത്തരമായിട്ട് മറുപടി പറഞ്ഞ ദിവസമായിട്ടാണ് ഞാൻ ആ ഒരു ദിവസത്തെ എന്നും കാണുന്നത്. അങ്ങനെ പാസ്പോർട്ട് റിലീസ് ചെയ്തു. എല്ലാം ദൈവനിയോഗം എന്ന് എഴുതി ടിക്കറ്റ് കൺഫർമേഷൻ കിട്ടിയത് ജൂലൈ 1, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. എല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ദൈവനിയോഗമാണ്. എല്ലാം സംഭവിച്ചത് പ്രകൃതിയുടെ ഓരോ തമാശകളായിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കരയിപ്പിച്ചു, ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ഒറ്റയ്ക്ക് കരഞ്ഞപ്പോൾ പോലും എൻ്റെ കണ്ണീര് ആരെയും കാണിക്കാതെ എൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ കരഞ്ഞു. പക്ഷേ എങ്കിലും ആരുടെ മുമ്പിൽ തോൽക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. തോറ്റു കൊടുക്കത്തില്ല എന്ന് എനിക്ക് എന്നോട് തന്നെ ഞാൻ എന്തും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് പരിഹാരം ഉടനടി ഉണ്ടാകും എന്ന് ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കാരണം ഞാൻ തോൽക്കാൻ തയ്യാറായാൽ മാത്രമേ മറ്റുള്ളവർക്ക് എന്നെ പരാജയപ്പെടുത്താൻ പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ 4 ചുറ്റും നിന്ന ആൾക്കാർ എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോളട്ടെ, എന്നെ പരിഹസിച്ചോട്ടെ, പുച്ഛിച്ചോട്ടെ, എന്തും പറഞ്ഞോട്ടെ, ഇവളെ കൊണ്ട് എന്ത് സാധിക്കും, എന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ. പക്ഷെ പരാജയപ്പെടണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉറപ്പാണ് എന്നെ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. പക്ഷേ ഈ കളിയാക്കിയവരോടും കുറ്റപ്പെടുത്തിയവരോടും ഒറ്റപ്പെടുത്തിയവരോടും പുച്ഛിച്ചവരോടും ഒക്കെ എനിക്ക് ഇന്ന് കടപ്പാടും നന്ദിയുമാണ്. കാരണം അവരാണ് എന്നെ ഞാനാക്കിയത്. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അവരൊക്കെയാണ്. എന്നെ സ്നേഹിച്ചവരല്ല,
എൻ്റെ വിജയത്തിന് കാരണം. എന്നെ പരാജയപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഈ സന്തോഷകരമായ ജീവിതത്തിന് അടിത്തറയിട്ടത്. അതുകൊണ്ടൊന്നും എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റത്തില്ല. അവരോടൊന്നും എനിക്കൊരു വെറുപ്പുമില്ല. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെയാണ്. കാരണം അവരായിരുന്നു ഒന്നുമില്ലാതെ, ഇന്ധനമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഞാനാകുന്ന എൻ്റെ വാഹനത്തിൽ ഇന്ധനം ഒഴിച്ചുകൊണ്ടിരുന്നത്. വിജയിക്കണമെന്ന് എന്നെ ഓരോ ദിവസവും എന്നെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരുന്നത്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് എന്നെ തന്നെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പ്രേരണ തന്നത് അവരൊക്കെയാണ്. അവരോടൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ: തോൽക്കാൻ നമ്മൾ തയ്യാറാകരുത്. നമ്മൾ എന്ന് തോൽക്കാൻ തയ്യാറാകുന്നു അന്നാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ തോൽക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമ്മൾ വിജയം തന്നെയാണ്. നമുക്കുള്ള വിജയം നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായതിനെ ദൈവം അനുകൂലമാക്കും. നമ്മുടെ മുമ്പിൽ ക്രമീകരിക്കും ദൈവം. നമ്മളെ അവിടെ എത്തിക്കും ദൈവം. ഉന്നതങ്ങളിലിരിക്കുന്നവൻ ശ്രേഷ്ഠനായതുകൊണ്ട് തന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. ഞാൻ ഇന്നും ആ ഒരു വാക്കിൽ, ആ ഒരു വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം ഉന്നതങ്ങളിലിരിക്കുന്നവനാണ്. മനുഷ്യൻ്റെ കൈകളെക്കാളേറെ ശക്തിയുള്ള കരങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിലിരിക്കുന്ന എൻ്റെ ദൈവം എന്നെ ഒന്ന് താങ്ങിയാൽ മതി, എൻ്റെ വിരലിൽ നിന്ന് തൊട്ടാൽ മതി, ഞാനങ്ങ് കയറിപ്പോയിക്കോളും. അപ്പോഴേ എൻ്റെ പ്രവാസ ജീവിതത്തിലെ ആദ്യത്തെ ക്രിസ്മസാണ് 2024 ഡിസംബർ 25 നാളെ. എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പം ഇത് ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ എൻ്റെ പരാജയ വഴികളാണ്. പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. മറ്റുള്ളവരുടെ മുമ്പിൽ ചവിട്ടുന്ന മൺതരിയുടെ പോലും വിലയില്ലാതെ ഇരുന്ന ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴൊക്കെ ദൈവത്തോട് പറയല്ലാതെ എൻ്റെ സങ്കടങ്ങൾ വേറെ ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല. കാരണം ആർക്കും സമയമില്ല. എല്ലാവരും അവരുടെ ജീവിത വ്യഗ്രതകളിൽ മുഴുകുന്ന വ്യക്തികളാണ്. അപ്പോഴേ ജീവിതത്തിൽ പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല ചേച്ചി, ഇനി എന്ത് ചെയ്യണം എന്ന് പോലും ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സാധ്യതകളുണ്ട്. നമ്മുടെ മുമ്പിൽ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിലും വിജയിക്കാനുള്ള സാധ്യത നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് കൈ നീട്ടി പിടിച്ചാൽ മതി, നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ വിജയിക്കാൻ തയ്യാറായാൽ മാത്രമേ, നിങ്ങളുടെ മനസ്സ് അതിനെ നിങ്ങൾ തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിൽ ഞാൻ വളരെ 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 സന്തോഷവതിയാണ്. എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പമില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണ്ടു മറിഞ്ഞ് നടത്തി കൊടുക്കാനായിട്ട് പറ്റിയ ഒരമ്മയാണ് ഞാനിത്. അതിനൊക്കെ എനിക്ക് അവസരമുണ്ടാക്കിയത് വിജയിക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള എൻ്റെ ഉറച്ച തീരുമാനമാണ്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, വിജയിക്കാനാണ് എനിക്ക് എന്നും മനസ്സ്. തോൽക്കാൻ നമ്മൾ തയ്യാറാവാൻ പാടില്ല. വിജയമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തീരുമാനമനുസരിച്ചിരിക്കും, നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും വിജയിക്കണം എന്നുള്ളത് സുനിശ്ചിതമായ തീരുമാനമാണെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കപ്പെടും. ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ. എന്നും നിങ്ങളുടെ ഹൃദയത്തിലെ ക്രിസ്മസ് ഓർക്കാൻ സാധിക്കട്ടെ. ആയുസ്സും ആരോഗ്യത്തോടും കൂടി പുതുവർഷത്തെ സ്വാഗതം ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു.